ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് പാളികൾ ഇളക്കിമാറ്റി കൊണ്ടുപോയതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് എ പത്മകുമാർ പറഞ്ഞു. ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് ബോർഡ് അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തത്. 8ാം പ്രതിയാക്കിയാണ് എഫ്ഐആർ. CPM നേതാവും അന്നത്തെ ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാർ, KP ശങ്കരദാസ്, K രാഘവൻ, ദേവസ്വം കമ്മീഷണർ N വാസു എന്നിവരും പ്രതികളായി. ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി ഇവർ മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ലെന്നായിരുന്നു പ്രതിയേർത്തതിനോടുള്ള എ പത്മകുമാറിന്റെ പ്രതികരണം. എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. 2019 ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലാണ് മുൻ ബോർഡ് പ്രസിഡന്റ് കൂടിയായ N വാസുവിനെ 3ാം പ്രതിയാക്കിയിരിക്കുന്നത്. എന്റെ ഈ കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സുതാര്യമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണം ഏറ്റുവാങ്ങിയ കൽപേഷാണ് കേസിലെ 2ാം പ്രതി. അന്വേഷണത്തിന്റെ ഭാഗമായി SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തി പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും വൈകാതെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.